ഭീമാപ്പള്ളിയില് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട പ്രായം ചെന്ന ഉമ്മ തിരമാലകളുടെ മുമ്പിൽ കടപ്പുറത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ കൊണ്ടിരിച്ചതാണ്. കുറെ സമയമായി, നട്ടുച്ചയായി, ഉമ്മായി കണക്കില്ല, ഉമ്മ അവിടെ തന്നെ. വൈകുന്നേരമായി, സായാഹ്ന സമയത്തോടെടുക്കും. അപ്പൊ നാട്ടുകാര് കുറെ നേരം കൊണ്ട് ശ്രദ്ധിക്കുന്ന ഒരു പ്രായം ചെന്ന ഉമ്മ ഇങ്ങനെ ആ കടൽ തീരത്തിരിക്കുന്നു, ഭീമാപ്പള്ളിയുടെ കടൽ തീരത്ത്. ഉമ്മ, നിങ്ങൾ എവിടുന്നാണ്? നിങ്ങളോടൊപ്പം വന്ന ആളുകൾ ഇവിടെ അല്ലേ? ഞങ്ങൾ രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ ഇവിടെ ഒറ്റക്കിരിക്കുന്നു, എന്തു പറ്റി, എന്താണ് കാര്യം ചോദിക്കുമ്പോ ഉമ്മ പറയുന്നു, മക്കളെ, എന്റെ മോനുമായിട്ട് ഞാൻ വന്നതാണ്. എന്റെ മോൻ ഇന്നലെ എന്നോട് പറഞ്ഞു, ഉമ്മ നമുക്ക് നാളെ ഭീമാപ്പള്ളി പോവാം, എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഭീമാപ്പള്ളിയിലൊന്ന് വരണം. അപ്പൊ എന്റെ മോൻ ഇങ്ങനെ പറഞ്ഞപ്പോ, എന്തായിരുന്നാലും അൽഹംദുലില്ലാഹ് റാഹത്താണല്ലോ, എന്റെ മോനോടൊപ്പം വന്നതാണ്, എന്റെ മോനാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്നിട്ട് മോനവിടെ, മോൻ പറഞ്ഞു ഇപ്പൊ വരും. അവൻ രാവിലെ അങ്ങോട്ട് പോയതാണ്, എന്തോ കാര്യത്തിന് പോയതാണ്, മക്കളെ പേടിക്കണ്ട, എന്റെ മോൻ ഇപ്പൊ വരും. അപ്പോഴും ആ ഉമ്മ പ്രതീക്ഷ വിട്ടിട്ടില്ല. പാവം പ്രായം ചെന്ന പാവപ്പെട്ട ഉമ്മ കടപ്പുറത്തിരിക്കുമ്പോ ആ പരിസരത്ത് തടിച്ചുകൂടിയ ആളുകൾ ആ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, മകൻ പോയപ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അല്ല വരുന്ന സമയം പറഞ്ഞോ? അല്ലെങ്കിൽ എന്തിനാ പോയതെന്ന് പറഞ്ഞോ? എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞോ? മക്കളെ, ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്റെ കയ്യിൽ ഒരു ചെറിയ കടലാസിന്റെ കഷ്ണം എന്റെ കയ്യിൽ തന്നു, എന്തോ അതിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് എഴുത്തും വായന അറിയില്ല, അവന് വേണ്ട വിദ്യാഭ്യാസം ഞാൻ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഒരു കടലാസിന്റെ കഷ്ണം പാവപ്പെട്ട പ്രായം ചെന്ന ഉമ്മയുടെ ചൊക്കിച്ചുളുങ്ങിയ കയ്യിൽ കൈവെള്ളയിൽ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. പരിസരത്തുള്ള ആളുകൾ ആ കൈവെള്ളം നോത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കൈവെള്ളയിലുള്ള കടലാസിന്റെ കഷ്ണം നിവർത്തിയപ്പോ അത് വായിച്ച ആളുകളുടെ കണ്ണ് നീരൊഴുകിപ്പോയി. എന്താണ് അതിലുള്ളത്? ആരെങ്കിലും ഈ കടലാസ് കാണുന്നെങ്കിൽ എനിക്ക് വയ്യ ഈ തള്ള ഇനി നോക്കാം, എനിക്കാവൂല, എനിക്ക് വേണ്ട ഈ ഉമ്മായി, ആരെങ്കിലും ഏറ്റെടുത്തോ, എവിടെങ്കിലും ഉണ്ടാക്കിക്കോ, ഞാൻ പോകുന്നു, ഗുഡ് ബൈ എന്ന് പറഞ്ഞു പോയത് എന്റെ പ്രിയപ്പെട്ടവരെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശാപമായി മാറിയൊരു മകനാണെങ്കിൽ ഇത് നിത്യസംഭവമായി മാറുകയാ. പ്രിയപ്പെട്ട പ്രായം ചെന്ന മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകാൻ ആലോചിക്കുന്ന മക്കൾ, വീട്ടിലാണെങ്കിൽ പുറത്തു കൊണ്ടുപോയി എവിടെങ്കിലും ആക്കിയ നാട്ടുകാരെന്തു പറയുമെന്ന് വിചാരിച്ച് വീട്ടിന്റെ ഏതോ ഒരു മൂലയിൽ ഒതുക്കപ്പെട്ടവർ, വേണ്ടതുപോലെ സ്വസ്ഥതയില്ലാത്തവർ, കൃത്യമായി മരുന്ന് ലഭിക്കാത്തവർ, കൃത്യമായി ആഹാരം ലഭിക്കാത്തവർ, അള്ളാഹു നമ്മളെ ഉമ്മ ഉപ്പമാർക്ക് സുരക്ഷിതത്വം കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇത് ചിന്തിക്കുമ്പോ ചില ആളുകൾ ചിന്തിക്കും, ഉസ്താദെ, പിന്നെ ഉമ്മയ്ക്ക് എന്താ എത്ര പവർ? വാപ്പയമ്മ ഒരുപോലല്ലേ? വാപ്പയമ്മ ഒരുപോലല്ലേ? ഉമ്മായിക്ക് ഇത്ര പവർ എന്താ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഈ റിപ്പോർട്ട് കൊണ്ടുവരികയാണ്, ഈ ഹദീസ് കൊണ്ടുവരിക. ഹബീബായ പ്രവാചകർ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യനും കടന്നു വരുന്നു. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബതി, എന്റെ പരിചരണം കൊണ്ട്, എന്റെ കടമ കൊണ്ട്, എന്റെ സുഹൃത്ത് കൊണ്ട് ഞാൻ ആരോടാ ഏറ്റവും കൂടുതൽ കടമപ്പെട്ടിട്ടുള്ളത്? എന്റെ ജീവിതത്തിൽ ഒരുപാട് ആളുകളോട് കടമകളും കടപ്പാടുകളും ഉണ്ടല്ലോ നബിയേ, അതിൽ ഏറ്റവും കൂടുതൽ കടമ നിർവഹിക്കേണ്ടത് ആരോടാ? ഹബീബായ പ്രവാചകൻ രണ്ടു വട്ടം ആലോചിച്ചില്ല. ഹബീബായ പ്രവാചകൻ പറയുന്ന പോലെ, ഖാല ഉമ്മുക, നിന്റെ ഉമ്മയോട്. രണ്ടാമതാ സഹോദരൻ ചോദിക്കുന്നു, സുമ്മ മൻ യാ റസൂലല്ലാഹ്, രണ്ടാമത്തെ പടി ആരുടെ പടിയാണ്? സുമ്മ ഉമ്മുക, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അപ്പോഴും ഉമ്മുക, നിന്റെ മാതാവിനോട്. മൂന്നാമതും ചോദിക്കുന്നു, ഖാല സുമ്മ മൻ, ഖാല സുമ്മ ഉമ്മുക. നാലാമത്തെ ചോദ്യത്തിന്റെ മറുപടിയായിട്ട്
വേണ്ടിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അബൂക്ക് എന്റെ പ്രിയപ്പെട്ട വാപ്പയോടൊന്ന് ആദ്യത്തെ 3 കടമകളുടെ പടവുകളും പറഞ്ഞത് പാവപ്പെട്ട പ്രിയപ്പെട്ട 10 മാസം ചുമന്ന ആ പ്രിയപ്പെട്ട മാതാവിനെ കുറിച്ചാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി. അല്ലാഹുവിന്റെ ഖുർആൻ വിശ്വാസമുള്ളവര്, റബ്ബിനെ കുറിച്ച് ചിന്തയുള്ളവര്, അല്ലാഹുവിന്റെ കൽപ്പനകൾ ആലോചിക്കുന്നവര്, അല്ലാഹു പറയുകയാ, ഉടമസ്ഥനായ അല്ലാഹു പറയുകയാ, വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാ, 15 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ടായിട്ടും ഒരു വള്ളി പുള്ളി വിസർഗ വ്യത്യാസമില്ലാതെ മാലോകര മുഴുവനും അത്ഭുതത്തിന്റെ പാരാവാരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അല്ലാഹുവിന്റെ കലാമ് പറയുന്നു, മനുഷ്യരെ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു, നിങ്ങളോട് അറിയിപ്പ് നൽകുന്നു. എന്താണെന്നറിയുമോ? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി. നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യം നിങ്ങൾ മറന്നു പോകല്ലേ. കാരണം എന്നിട്ട് മാതാപിതാക്കളുടെ കാര്യം ഒരുമിച്ച് പറഞ്ഞിട്ട് ഉമ്മാനെ മാത്രം എടുത്തു പറയുകയാ. ഹമലതുഹു ഉമ്മുഹു. ആ പ്രിയപ്പെട്ട മാതാവ് 9 മാസവും 14 ദിവസവും നിന്നെ ചുമന്നവളാ, ഗർഭം ചുമന്ന മാതാവുണ്ടല്ലോ, വഹിനൻ അലാ വഹിൻ, പ്രയാസത്തിന്റെ മേല് പ്രയാസത്തിലാ. റബ്ബിന്റെ ഖുർആൻ പറയുകയാ, വഫിസാലുഹു ഫീ ആമൈൻ. 2 വർഷം അമൃതിനേക്കാൾ അമൂല്യമായ മുലപ്പാല് തന്നവളാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, അനിഷ്കുറിലി വലിവാലിദൈക. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യടേ, നിങ്ങൾ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യടേ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഈ 3 കാര്യം ബാപ്പയ്ക്ക് കഴിയില്ല. ഈ 3 കാര്യം ചെയ്യുന്നത് പ്രിയപ്പെട്ട അമ്മയാണ്, ഉമ്മയാണ്, മാതാവാണ്. മക്കളെ, ആ ഗർഭാശയത്തിന്റെ അടയാളമില്ലാത്ത ആ ഉമ്മയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ആലോചിച്ചു നോക്ക്. അള്ളാഹുവിന്റെ ദുനിയാവിൽ അവന്റെ വയറ്റിൽ ഒരടയാളം കൊടുത്തിട്ടുണ്ട്. സർവ മനുഷ്യനും ഓപ്പറേഷൻ കണ്ടത് മാറ്റാൻ കഴിയില്ല. ആ പൊക്കിൾക്കൊടി ബന്ധം പൊന്നുപോരൂ. ആ പ്രിയപ്പെട്ട മാതാവിന്റെ വയറ്റിൽ കിടക്കുമ്പോ ഭൂമി പരിചയമില്ല. 4 മാസമായപ്പോ പടച്ച തമ്പുരാ റൂഹ് തരുമ്പോ, നീ ആ ഗർഭാശയത്തിൽ രൂപപ്പെട്ടത് മുതൽ നിനക്കുള്ള അന്നവും അതാ ഭക്ഷണവും പാനീയങ്ങളും ഊർജവും രക്തവുമല്ല, എന്തിനേറെ പറയണം, നിനക്ക് വേണ്ടി കാഷ്ടിക്കുന്നത് വരെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. ആ ഉമ്മ നിനക്ക് അങ്ങനെ കണക്ട് ചെയ്യാ. അള്ളാഹു വെച്ചിട്ടുള്ള പൊക്കളുണ്ടല്ലോ, ആ പൊക്കള് മാറ്റാൻ ഒരു ഓപ്പറേഷനും കഴിയില്ല. ഒരു മാതാവ് ഒരു ആളിന്റെയും ആ പൊക്കളിന്റെ അടയാളം മാറ്റാൻ കഴിയില്ല. ആ പൊക്കളെന്ന് പറയുന്ന ആ അടയാളം എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ മനോഹരമാക്കിയ അല്ലാഹ്. തബാറകല്ലാഹ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين.
വളരെ മനോഹരമായ സൃഷ്ടിപ്പ് നടത്തിയ അല്ലാ, എന്തിനാ പൊന്നുപോലെ വയറ്റിൽ അങ്ങനെ ഒരു ചുളുങ്ങിയ അടയാളം തന്നത്? പൊന്നുപോലെ നിന്റെ ഉമ്മാനെ ഓർക്കാലോ, നിന്റെ അമ്മമ്മയെ ഓർക്കാലോ, നിന്റെ മാതാവിനെ ഓർക്കാലോ. ആ അടയാളം എത്ര കാലം കഴിഞ്ഞാലും പോവില്ല. ഇതെന്റെ പ്രിയപ്പെട്ട മാതാവ് എനിക്ക് ഭക്ഷണം തന്ന അടയാളമോ, വയറ്റിന്റെ ഉള്ളിൽ വെച്ച് തന്നെ എന്നെ പരിപാലിച്ചതിന്റെ വലിയ അടയാളമോ. എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറ മറന്നു പോകല്ലേ. ഉമ്മ വിളിക്കുമ്പോ മടി കാണിക്കുന്ന പെള്ള്, ഉമ്മ വിളിക്കുമ്പോ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ, രോഗശയ്യയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പിതാവ് കിടക്കയിൽ കിടന്നൊന്ന് വിളിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോര് നിങ്ങളെടുത്തോ, എനിക്ക് തിരക്കുണ്ട്, എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് സ്വർഗം തട്ടിത്തെറിപ്പിച്ചിട്ട് നരകം വിലക്ക് വാങ്ങുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ നിനക്കുമുണ്ട് ആ പൊക്കളിന്റെ അടയാളോ. ആ പ്രിയപ്പെട്ട മാതാവ് നിന്നെ പരിപാലിച്ചതിലുള്ള ഒരിക്കലും അയച്ചു കളയാൻ പറ്റാത്ത അടയാളം മറന്നു പോകണ്ട. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, അതിനുള്ള വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഇന്ന് 3 കാര്യത്തിലും ബാപ്പയ്ക്ക് റോളൊന്നുമില്ല. അല്ലാഹു നമ്മളെ ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. പറയുമ്പോ നമ്മളെ ഉമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കും, ഉസ്താദ് നിങ്ങളെപ്പോലെ ഉസ്താദിനെ കാത്തിരുന്നിട്ട് നാളെത്ര നിങ്ങളെ ചെറുമുക്കിൽ കുറച്ച് കൊണ്ടുവരാൻ താമസിച്ചു പോയി എന്നൊക്കെ ഉമ്മമാരെ നിങ്ങളിങ്ങനെ ഏറിലങ്ങോട്ട് എന്താ പറയാ വെയിറ്റിടാൻ വരട്ടെ. ചില കടമകൾ ഇൻഷാ അല്ലാഹ് പറ്റിയാൽ പറയാം, അല്ലെങ്കിൽ വേറെ ദിവസം പറയാം. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ നമ്മളിതാ പറയുന്നത് ഉമ്മയുടെ വിഷയം. എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളില് ഉമ്മയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ടാകുക. കാരണം എന്താ, ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഉമ്മ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഉമ്മ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് എപ്പോഴാ? ഉമ്മയുടെ കയ്യിൽ കിട്ടിയപ്പോ, അല്ലേ? ഉമ്മയുടെ കയ്യിൽ കിട്ടിയപ്പോ, പ്രസവിച്ച് ഉമ്മാന്റെ കയ്യിൽ കിട്ടിയപ്പോഴാ ഉമ്മ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നാണ് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഉമ്മ നമ്മൾ എപ്പോഴാ സ്നേഹിക്കാൻ തുടങ്ങിയത്? എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിയുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുക്കാരുടെ വീട്ടിലോ ഒക്കെ പോകുമ്പോ കേട്ടോ, കേൾക്കാതിരി. ഭയങ്കര വിളവന്മാരെ എനിക്കറിയാം, എന്നാ അവർക്ക് എത്തിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിരിച്ചേത്ത് നിന്നാണെന്ന് അല്ലേ? നിങ്ങൾ കേട്ടില്ല, ഇവിടെ കേട്ടോ? പിന്നെന്തെങ്കിലും അറിയാത്ത പിടിച്ചാൽ ഞങ്ങളൊന്ന് ഖുർആന്റെ നടക്കണം മാത്രമേ അറിയത്തുള്ളൂ, ഇതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും വല്ല വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉമ്മയോ അല്ലെങ്കിൽ അവരുടെ സഹോദരി ചേട്ടത്തിയൊക്കെ. സ്വാഭാവികമാണ്, എല്ലാ നാട്ടിലും ചോദിക്കും. ഇപ്പോഴോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഒരു പുഞ്ചിരിയാണ്. പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്നതിന്റെ അർത്ഥം അല്ലാഹു തആല മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകട്ടെ. പടച്ചവനെ വലിയൊരു ദുഃഖം. അത് 2 ദുഃഖമാണ് മനുഷ്യൻ. 2 ദുഃഖമാണ് ബ്രോ. 2 ദുഃഖമാണ്. ഉമ്മയെ കുറിച്ച് പറഞ്ഞപ്പോ സ്നേഹം കൂടിയിട്ട് അവൾ അവിടെ വരുന്നതാണ്. അവർക്ക് നേരെ നേരെ ഒന്നും സ്ഥാനിക്ക് കാണണമെന്ന് വിചാരിച്ചു. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. 2 ദുഃഖം മനുഷ്യന്മാരെ, മനുഷ്യ വിഭാഗത്തിന്. 1 മക്കളെ കൊണ്ടുള്ള ദുഃഖം, 2 മക്കളില്ലാത്ത ദുഃഖം. 2ഉം വലിയ ദുഃഖം. ഈ 2 ദുഃഖവും അനുഭവിക്കുന്നവർക്കേ അതിന്റെ പ്രയാസം അറിയൂ. പറഞ്ഞാൽ അതിന്റെ പൾസ് അറിയില്ല. ഞാൻ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ മക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ മക്കൾ നന്മയുടെ പൂക്കൾ, മാതാപിതാക്കളല്ല മക്കളെ കുറിച്ച് പറയുന്ന വിഷയം. അത് വേറൊരു മാറ്റം. അത് പറഞ്ഞ് കണ്ണൂര് ചൊക്ലിയാണെന്ന് തോന്നുന്നു, കണ്ണൂര് ചൊക്ലി ഭാഗത്ത് അവിടെ നിന്ന് പ്രസംഗിച്ചിറങ്ങിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇറങ്ങുന്ന സൈഡിൽ ഒരു ചെറുപ്പക്കാരൻ എന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടി കരയാണ്. ഞാൻ ആകെ ബേജാറായി. പഠിച്ചോനെ, ഇതെന്താ വിഷയം? ചോദിച്ചിട്ട് പറയാൻ പോലും കഴിയുന്നില്ല. ഈ സഹോദരൻ അവസാനം വിധിപ്പിക്കൊണ്ട് പറയാ, ഉസ്താദെ ആ കാണുന്ന പറമ്പെന്റെതാ, ഈ കാണുന്ന വീട് എന്റെതാ, ഇല്ല കിടക്കുന്ന ലക്ഷറി വാഹനം ഉണ്ടല്ലോ എന്റെതാ,
എനിക്ക് നാട്ടിലും വിദേശത്തും സ്വദേശത്തും അത്യാവശ്യം സാമ്പത്തികമായ സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? എന്താ വിഷയം? പക്ഷെ ഉസ്താദേ, എനിക്ക് ഇന്ന് വരെ ഉപ്പ എന്ന് വിളിച്ചു കേൾക്കാൻ ഒരു കുഞ്ഞിനെ അല്ലാഹു തന്നില്ല. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയായി. വിഷമാത്. അല്ലാഹു തആല മക്കളില്ലാത്തവർക്ക് മക്കളെ തരട്ടെ. ഉള്ള മക്കളെ അല്ലാഹു സാലിഹ്യങ്ങളാക്കട്ടെ. 100 അനുഭവങ്ങൾ പറയാനുണ്ട്. മക്കളില്ലാതെ 10, 15, 20, 20, 25 വർഷങ്ങളായവർ, 40, 30, 50 വർഷങ്ങളായവർ. എന്റെ പ്രിയപ്പെട്ടവർ വിവാഹം കഴിഞ്ഞ് 15 വർഷമായി പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി, ഞാൻ ഇടക്കിടക്ക് പോകുന്ന സ്ഥലം വടക്കാഞ്ചേരി ആലത്തൂർ ഭാഗം. അവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താ കൂട്ടുകാരാ, എന്താണ്? അരിയെന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. ലൈവ് ഉണ്ടോ? ഉണ്ടോ ഇല്ലേ? ഇപ്പൊ നാളെ മിക്കവാറും മെസ്സേജ് ഒരു പലി ഉണ്ടെങ്കിൽ ലിങ്ക് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യും. ഈ അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താണ് ഹെൽപ്പ്? ഞാൻ ചോദിച്ചു, എന്താണ് കൂട്ടുകാരാ, എന്ത് ഹെൽപ്പാ നിനക്ക് വേണ്ടത്? ഉസ്താദേ, ഈ ചെറിയ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന ഓപ്ഷൻ എനിക്കൊന്ന് പറഞ്ഞു തരണം. ചെറിയ മക്കളെ ദത്തെടുക്കുമല്ലോ, ആ ചെറിയ ചോര മക്കളെ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എനിക്കൊന്ന് അറിയണം. എന്താ വിഷയം? എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിരാശയുടെ വക്കിലാ ഉള്ളത്. ഇനി അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാ ഉള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഒന്ന് പരിപാലിക്കണമെന്നുള്ളൊരാഗ്രഹത്താൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ച് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെന്ന് പറഞ്ഞ് അതിന്റെ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ചത്, എന്റെ പ്രിയപ്പെട്ടവരെ സാന്ദർഭികമായി ഞാൻ ആലോചിക്കുക, അല്ലാഹു തആല മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകട്ടെ. നിസാരല്ലേ സദസ്? അനുഭവം പറയാനുണ്ട്. അനുഭവം, ദുആയുടെ പുറത്തുള്ള അനുഭവം പറയാനുണ്ട്. അൽഹംദുലില്ലാഹ്. പിന്നീട് വിളിച്ചു പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അല്ലാഹുവേ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പടച്ചവനെ, അല്ലാഹു എനിക്കൊരു കുഞ്ഞിനെ തന്നല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ സദസ്സുമായി ബന്ധപ്പെട്ട് ദുആ വസിയത്ത് ചെയ്ത് സംഭാവന കൊടുത്തതും അല്ലാത്തതും അടക്കമുള്ള അനുഭവങ്ങൾ പറയേണ്ടത് നിസ്സാരമല്ല. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ നൽകട്ടെ. ഒരു ദുഃഖം അതാ. രണ്ടാമത്തതോ, ഉസ്താദേ എന്താ, എന്തിനാ ഉസ്താദ് എനിക്ക് ഇങ്ങനെ ഒരു മോനെ അല്ലാഹു തന്നു? എന്തിനാ ഒരു മോളെ എനിക്ക് തന്നത്? എനിക്ക് നാട്ടിലിറങ്ങാൻ പറ്റുമോ? എനിക്കിപ്പോ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ? എനിക്ക് അല്ലാഹു മക്കളില്ലാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തിനാ എനിക്കിങ്ങനെ മക്കളെ തന്നത്, മകളെ തന്നത്, മകനെ തന്നത്? എത്ര മനുഷ്യന്മാരാ പൊട്ടിക്കരയുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ. മക്കളെ കൊണ്ടുള്ള ദുഃഖം. അല്ലാഹു മക്കളെ നന്നാക്കി തരട്ടെ, മക്കളെ സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. 2 വിദ്യാഭ്യാസത്തിനും പറ്റുന്ന നല്ല ഓർമ്മശക്തിയും ബുദ്ധി ഓർമ്മതയും തന്റെ ഇടവും ഉത്സാഹമുള്ള നല്ല കണ്ണിന് കുളിർമയായ പയ്യത്തിന്റെ അടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞു ഖിലാസോടെ വാരുന്നു. 3 പിടി മണ്ണ് വാരിയുമ്പോ കണ്ണീരിൽ ചാലിച്ച് മകപ്പുറത്തിന് വേണ്ടി ദ്വാരക്കുന്ന, മണ്ണിട്ടിട്ട് തിരിച്ചു പോകാതെ ഇടക്കിടക്ക് വന്ന് നമ്മളടുത്ത് വന്ന് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട അള്ളാഹുവിനെ പേടിയുള്ള മക്കളെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് കിട്ടുന്ന വലിയൊരു സമ്പത്ത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മറന്നു പോകേണ്ട. ചില ആളുകളെ മനസ്സിലാക്കിയത്, മോനെ ഇനിയിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ ഒരു റൂട്ടിലായി, ഞാൻ വിളിച്ചിടത്തേക്ക് നിങ്ങളൊക്കെ വന്നു, മനസ്സിലായി, അതൊക്കെ എനിക്ക് മനസ്സിലാക്കില്ല. ഇപ്പൊ നിങ്ങളെല്ലാരും എന്റെ കൂടെ ഉണ്ട്. കുറച്ചാളുകളൊക്കെ ആദ്യം ഒന്ന് വിമ്പത കാണിച്ചിരുന്നു, നിങ്ങൾ പോയിക്കോ ഞാൻ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല, കണ്ണൊക്കെ തുറന്നു, 1-2 വാക്ക് ഇങ്ങനെ വിളിച്ചിരുന്നു. അപ്പം വിളിക്കുന്നില്ല, കോട്ട് വന്നു തുടങ്ങാൻ. നമ്മുടെ ഉള്ളിലുള്ള പുറത്തെ ഇന്റലിജന്റ്, ഉള്ളിലുള്ളത് നഷ്ടപ്പെടുമ്പോൾ പുറത്തിങ്ങനെ വാ വിളിക്കും. ഇപ്പൊ എല്ലാം അൽഹംദുലില്ലാഹ് സാസൊക്കെ നമ്മുടെ കൂടെ ഉള്ളത്. ഇതേപോലെ അങ്ങോട്ട് പോയിക്കോട്ടെ. ആ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് പോയി നമ്മൾ ചോദിക്കുക, സ്വാഭാവികമാണ്, സ്നേഹം കൊണ്ടാണ്. നിങ്ങളങ്ങനല്ലേ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി പോകുമ്പോ കാക്ക എങ്ങോട്ടാ പോകുന്നത്, മോനെ എങ്ങോട്ടാ പോകുന്നത്, വാപ്പ, അത് ചോദിക്കുന്ന സ്നേഹം കൊണ്ടാണ്. അതിന് അത്യാവശ്യത്തിന് പോയതാണ്. ഇനി വരും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മയെ നമ്മുടെ ഉമ്മയുടെ കയ്യിലേക്ക് നമ്മളെ കിട്ടിയപ്പോഴാ നമുക്ക് നമ്മളോടുള്ള സ്നേഹമുണ്ടായതെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളോട് ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അപ്പൊ എന്തുണ്ട്? ഉണ്ട്, വിശേഷമുണ്ട്, സന്തോഷമായി, അൽഹംദുലില്ലാഹ്. പിന്നെ നമുക്കങ്ങോട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അല്ലേ? 2 മാസം സുബ്ഹാനല്ലാഹ് ഏത് ഹോസ്പിറ്റലിൽ കാണിച്ചാലും അതിന് മരുന്നില്ല. ഏതിന്? ഏതാ? അതന്നെ. ആക്റ്റീവായ ആളുകൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
ഇതൊക്കെ പറഞ്ഞ് ആരാ ഉസ്താദ് ആക്റ്റീവ് ആവാത്തത്? അവർക്ക് ചെയ്യട്ടെ. എടുത്തങ്ങ് മറിക്കുക, ഒന്നും കഴിക്കണ്ട. ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ ഉടനെ അതിന്റെ ഡബിള്. ഒരു പഴം കഴിച്ചാൽ 3 പഴം. അമ്മാ നീ ഒരു പഴമല്ലേ കഴിച്ചോളൂ, ഇതിപ്പോ പഴം 3 പുറത്ത് വന്നല്ലോ. അതൊന്നും എനിക്ക് അറിയാൻ വയ്യ മച്ചാ, അതാ കിടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ചെറുതില് ഒരു സ്ഥലത്ത് ട്രീറ്റ് ഇല്ല. എന്താണെന്നറിയോ എന്റെ ഒരു ശാസ്ത്രം? ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ ഒരു പെണ്ണ് ആ സമയം മുന്നോട്ട് പോയാൽ അവൾ ഉള്ളിൽ കിടക്കുന്നതിനെ ഛർദിച്ചു പുറത്തു കൊണ്ടുവരും, ബീജത്തുള്ളി. പിന്നെ കുഞ്ഞുങ്ങളെ ദുനിയാവിലുണ്ടാവില്ല. അവൾക്ക് ഇതിനെ ഇളക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യം കുറച്ച് ഒന്ന് ഉറയ്ക്കുന്നത് വരെ ഇല്ലാതിരിക്കണം. അതിനുവേണ്ടി പടച്ചവൻ വെച്ച ഒരു സംവിധാനമാണ് ഈ ചെറുതിൽ. ക്ഷീണിച്ചവിടെ കിടക്കും, ആവതുണ്ടാവില്ല. അതുകൊണ്ട് പെങ്ങളെ, നീ വിഷമിക്കേണ്ടതില്ല. നിനക്ക് വലിയ ദർജയാണ് അല്ലാഹു തആല തന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഛർദിന്റെ രഹസ്യം മനസ്സിലായോ? ഛർദിലില്ലാതെ കഴിക്കുന്നതൊക്കെ കൂടെ ദഹിച്ച് നല്ല ആരോഗ്യത്തിലും ഇരുന്നാണ്ടല്ലോ, നമ്മളൊന്നും ചിരിച്ചോണ്ടിരിക്കൂല. ഇവിടെ ഇവര് മാത്രമേ കാണത്തുള്ളൂ. അവർക്ക് തീമാറാട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ രൂപപ്പെട്ടു വരുന്നതിന്റെ ആദ്യ സമയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായതുകൊണ്ട് അതിനിളക്കം തട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് ആരോഗ്യം ഒന്ന് കുറയ്ക്കുന്നതാണ്, ഒന്ന് ക്ഷീണിപ്പിക്കുന്നതാണ് ഈ ഛർദിൽ എന്ന് പറയുന്ന ഓപ്ഷൻ. അല്ല പടച്ചവനെ വെറുതെ ഞാൻ ഛർദിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദുനിയാവിൽ പട്ടിണി കിടന്ന ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? ഈ ഉമ്മയല്ലാതെ നമുക്ക് വേണ്ടി പട്ടിണി കിടന്നവരാരാ? നമുക്ക് വേണ്ടി പട്ടിണി കിടന്ന ആരുണ്ടാവൂല. ഉമ്മയല്ലാതെ വേറെ ആരുണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ദിവസങ്ങൾ എത്രയാ പട്ടിണി കിടന്നത്. ഉമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ പരിസരത്തോട് കൊണ്ടുപോവുകയാ. ഉമ്മ യാത്ര പോകുന്നില്ല, പലയിടത്തും പോകണമെന്ന് നേരത്തെ കലണ്ടറിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. പക്ഷേ സമയം ഇതായതുകൊണ്ട് നമുക്ക് വേണ്ടി യാത്ര പോകാത്ത ഉമ്മ, ഭക്ഷണം ഒഴിവാക്കുന്ന ഉമ്മ ആരാ പറയാറുള്ളത്? ആരുടെ പേരാ പറയാറുള്ളത്? നമുക്ക് വേണ്ടി പട്ടിണി കിടന്ന നമ്മളെ കണ്ടിട്ടുണ്ടോ? ആ അവയവം രൂപപ്പെട്ട് വന്നിട്ടുണ്ടോ? ഉമ്മയുടെ ഗർഭഗൃഹത്തിൽ നമ്മൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ടോ? അതിനു മുമ്പ് തന്നെ നമ്മളെ പരിപാലിച്ചു തുടങ്ങുന്ന നമ്മളെ പ്രിയപ്പെട്ട ഉമ്മ. 4 ആഴ്ചയാവുമ്പോ ഒരു സംഭവം വർക്ക് ചെയ്ത് തുടങ്ങും. ഏതാ? ഏത്? അയ്യേ ഉസ്താദ് ഇവിടെ പറയാൻ അതൊന്നും അല്ല. നിങ്ങൾ നല്ലൊരു ചിന്തിക്കും മനുഷ്യന്മാരെ. ഹൃദയം പമ്പ് ഹൗസ്. ഒരു മനുഷ്യന്റെ ഹൃദയം മാതാവിന്റെ ഗർഭാശയത്തിൽ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നത്? വർക്കിംഗ് കണ്ടീഷൻ 4 ആഴ്ച, 4 മാസം അല്ല, 4 മാസത്തിൽ വേറെ സംഭവം വരാണ്ട്. 4 ആഴ്ച മുതൽ പമ്പ് ഹൗസ് വർക്ക് ചെയ്തു തുടങ്ങി. സുബ്ഹാനല്ലാഹ്. കാരണം എന്താ? ഈ പമ്പ് ഹൗസ് റെഡി ആയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തർത്തിപ്പാകാൻ. തുടിപ്പ് തുടങ്ങി. 4 മാസമായപ്പോ അല്ലാഹു തആല റൂഹിനെ തന്നു, റൂഹിനെ കൊടുത്തു. അപ്പൊ രാത്രി ഇവിടെ എന്താ ഭർത്താവിനെ വിളിക്കാൻ? മച്ചാൻ നിൽക്കാൻ എന്താ വിളിക്കാൻ? രണ്ടും പറയും. ചെറിയൊന്നും പറയുന്നത് നല്ലത് മാത്രം പറയണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സാധുക്കളാണ് കേട്ടങ്ങള്. നിങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് വേണ്ടി പകലന്തിയോളം പട്ടിണി. ഞാൻ പറഞ്ഞില്ല, റബ്ബറിന്റെ പാല്, റബ്ബറൊക്കെ ഉണ്ട് അവിടെ. പിടിച്ചിട്ട് കിട്ടുന്നുണ്ടോ? അല്ലാഹു തആല നല്ല വില തരട്ടെ. അപ്പൊ അങ്ങനെ ഒരുപാട് പണിപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ പാടത്തും പറമ്പിലും കൃഷിയായിട്ടും അല്ലാതെയൊക്കെ ഓടി തളർന്നു വരുമ്പോ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങള് പിന്നെ ഒരു കയ്യിൽ കത്തിയും മറ്റേ കൈ അവിടെ കരിയും ഇവിടെ ചമ്മന്തിയൊക്കെ ആയിട്ട് നിന്ന് കഥ തുറന്നാൽ അവരുടെ ഉള്ള വിഷമം കൂടുകയുള്ളൂ. നിങ്ങളൊന്ന് വൃത്തിയായി സന്തോഷത്തോടെ വേണം അവിടെ സ്വീകരിക്കാൻ. നമുക്ക് കുടുംബജീവിതം പറയുമ്പോൾ പറയാം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനുണ്ട്. എല്ലാം വീട്ടിൽ തന്നെ തീരണം. നമ്മളാകെ പോയി ആലിക്കുടുത്ത് അവിടെ പിടിച്ചു പറയാ, ഇവിടെ എല്ലാം ഇടങ്ങാറായി വന്ന് ദേഷ്യപ്പെട്ടെല്ലാം ഇടങ്ങാറായി. വീട്ടിൽ ഇങ്ങോട്ട് വന്നു കയറുന്നൊരു സമാധാനത്തിനാണ്. സുബ്ഹാനല്ലാഹ്. 100 കാര്യങ്ങൾ കൊണ്ട് തല പെരുത്തിട്ട് നമ്മൾ വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കും. ആ ഭാര്യ വന്ന് തുറക്കും. തുറന്നു കാണുമ്പോ രാത്രി 9:30 അല്ലെ 9 മണി. തുറന്നു കാണുമ്പോഴോ ഒരു കയ്യിൽ പിച്ചാത്തി, മറ്റേ കൈ ചട്ടുകം, ഇവിടെ ചമ്മന്തി, അവിടെ കരി, ഇവിടെ എല്ലാം ഒരു ഭദ്രകാളി ലുക്ക്. ഇത് കാണുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുഃഖം കൂടുവോ അതോ വലിയ സന്തോഷം വരുമോ? മറിച്ച് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സമയം 9:30 മണിക്ക് എന്തായിരുന്നാലും മൂപ്പര് വരുമെന്നറിയാം. ആ സമയം പോയി വൃത്തിയാകുന്ന റാഹത്തായി നിന്ന് ഉള്ള ഗ്ലാമർ മതിയോ? എനിക്ക് കറുപ്പ് മതി, കറുപ്പിന് 7 ഇടകാന്നാ പറയുന്നത്.
ഉള്ള കറുപ്പായിരുന്നാലും ഏത് കളറായിരുന്നാലും റാഹത്തായിട്ടൊന്ന് ഒരു സോപ്പിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴിയാ വരുന്ന സമയത്ത് എന്റെ അടി അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കഥ തുറന്നിട്ട് ഒരു ചിരി ചിരിച്ചാണ്ടല്ലോ, ആ വിഷമമൊക്കെ എവിടെ പോയി? എന്തുവാ നല്ല റാഹത്താണ്. അത് കണ്ടാൽ മതി, വേറെ ഒന്നും വേണം. നിങ്ങൾ ഒരു നിധിയും കൊടുക്കണ്ട അവർക്ക്. ഈ ഒരു വൃത്തിയോടുകൂടി ഒരു പുഞ്ചിരി, ഒരു സന്തോഷം. പിന്നെ അവിടെ എന്താമത്തെ ഒരു വിഷമം പോലെ ഇതും കൂടെ ചോദിച്ചാ പിന്നെ പറയാനില്ല. മുത്തും പഴമൊക്കെ വിളിക്കും വാട്സാപ്പിൽ, ഏതെങ്കിലും ഊരും പേരും അറിയാത്തവനുമായിട്ട്. അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, അള്ളാഹു തആല എല്ലാ കബൂലാക്കി കൊടുത്ത ഈ ഭർത്താവിനോട് അല്ലെങ്കിൽ ആ ഭാര്യയോട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സൊല്ലാത്തത്? അതിന് സൊല്ലാൻ ആർക്കും ഒരു അല്ലേ ഹലാലാക്കി തന്നതിനോട് ഒരു ഐ ലവ് യു പറഞ്ഞ ആളുകൾ എത്രയുണ്ട്? ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ എത്രയായി? ചിന്തിക്കണം, നിസ്സാര വിഷയമല്ല ഇത്. സൈക്കോളജിസ്റ്റുകൾ, ഞാൻ വേറെ വിഷയത്തിന് പോയല്ല, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. സ്വന്തം ഭാര്യയോട് നമ്മുടെ ഇഷ്ടം തുറന്നു പറഞ്ഞവർ എത്ര പേരുണ്ട്? ഓരോ മഹലിന്റെ മേശപ്പുറങ്ങളിലും വിവാഹമോചനത്തിന്റെ അപേക്ഷകളുടെ ലിസ്റ്റുകൾ കൂടിക്കൂടി വരികയാണ്. ഒന്ന് നിസ്സാരമായിട്ടൊന്ന് ചിന്തിച്ചാൽ, ഒന്ന് ഇടപെട്ടാൽ മതി. ഇന്നൊരു ഒരു എന്താ പറയാ, ഇന്നത്തെ മോഡലായി മാറിയിരിക്കുകയാണ്. കുറെ നാള് പ്രേമിച്ച് നടക്കുക, വിവാഹം കഴിക്കുക, അടുത്ത ദിവസം യാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ഗുഡ് ബൈ, അങ്ങോട്ട് ഇങ്ങോട്ട്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അതിനൊക്കെ വളരെ വ്യക്തമായ സൊല്യൂഷൻ അള്ളാഹുവിന്റെ ദീൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവല്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ 4ാമത്തെ മാസം ഉമ്മാന്റെ വയറ്റിൽ കിടന്ന് നമ്മൾ കരോട്ടെ, ബ്ലാക്ക് ബെൽറ്റും, കുങ്ഫു, ജൂഡോ, കളരി, കുതിരപ്പയറ്റ്, എന്താ ഇങ്ങോട്ട് ഒരു ബോർഡ് ഇരിക്കുന്നുണ്ട് കരോട്ടയുടെ. അള്ളാഹുർക്ക് ചെയ്യട്ടെ. കർബല ഞാൻ നോക്കി, ആരാന്നറിയാൻ വയ്യ. എന്തായാലും അള്ളാഹു അനുവദിച്ച ആയോധന കലകളൊക്കെ അള്ളാഹുർക്ക് ചെയ്യട്ടെ. അത്രയല്ലേ നമ്മൾ കൊടുത്തു വരക്കാൻ പറ്റും. വെറുതെ ഒന്ന് ചോദിച്ചതാ, തന്നെ എനിക്കറിയാം, വലിയ സമയം ആയിട്ടില്ലല്ലോ. അപ്പൊ എന്തായിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ കിടന്ന് കരോട്ട തുടങ്ങി. അപ്പോഴോ രാത്രി പ്രിയപ്പെട്ട ഭർത്താവിനോട്, മച്ച എന്താ ഇക്ക, എന്താടി നീ പറ, വയറ്റില് അനക്കമുണ്ട്. 4 മാസമായി. നീ ആള് കുതിച്ചാടോ ഒത്തിടന്ന്. സുബ്ഹാനല്ലാഹ്, വലിയ സന്തോഷാണ്. നമ്മുടെ ഉമ്മാന്റെ നമ്മളെ ഇന്നുവരെ കണ്ടിട്ടില്ല. ആണാണോന്നറിയില്ല, പെണ്ണാണോന്നറിയില്ല, നമുക്ക് അംഗവൈകല്യമുണ്ടോന്ന് അറിയില്ല. അല്ലാഹു നല്ല ആരോഗ്യമുള്ള മക്കളെ തരട്ടെ. പക്ഷെ ആ മക്കളെ സ്നേഹിക്കുന്ന ഉമ്മ, പ്രിയപ്പെട്ട പിതാവ് കൂർക്കം വലിച്ചിറങ്ങുമ്പോഴും ആ ഗർഭസ്ഥ ശിശുവിന്റെ ആ വയറ്റിന്റെ മുകളിലൂടെ തലോടി ആ പ്രിയപ്പെട്ട മാതാവ് എത്രല്ലാമോ ഏതെല്ലാമോ പാതിരാത്രികളിൽ നിന്നെ കാണാതെ ആ ശരീരത്തിന്റെ തൊലിപ്പുറത്തുകൂടി വിരലോടിച്ച് നമ്മളെ സ്നേഹിച്ച പ്രിയപ്പെട്ട ഉമ്മ വെറുതെയല്ല മക്കളെ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്. ഉമ്മാന്റെ ചുവട്ടടിയിലാണ് നിനക്കുള്ള സ്വർഗ്ഗം. പൊന്നുമോനെ, അവർക്ക് ഖിദ്മത്ത് ചെയ്യലില്ല, അവർക്ക് സന്തോഷം കൊടുക്കലില്ല, അവരെ സ്നേഹിക്കില്ല, സേവിക്കില്ല. നിന്റെ സ്വർഗ്ഗമുള്ളത് ഔക്കമാക്കാൽ റസൂലുള്ളാഹി അല്ലാഹു ഒരുത്തനെ വിടൂല. അത്ര വലിയ രാജാവാണെങ്കിലും ഉമ്മാനെ ഉപ്പാനെ പരിഗണിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ പെട്ടെന്ന് പറയുന്നത് 1 മാസം പറയേണ്ടതാ. ഇപ്പൊ എന്താ പറയുന്നത് നമ്മളെ കാണുന്നതിന് മുമ്പ് ഉമ്മ നമ്മളെ സ്നേഹിച്ച കാര്യം പറയുന്നത്. അത് 2 ദിവസം ആയത് വേറെ പറയണ്ട, പെട്ടെന്ന് പറഞ്ഞു വേണം. കാരണം എന്താ, ഇപ്പൊ അങ്ങോട്ട് ഛർദിച്ചു തുടങ്ങിയതുള്ളൂ. മാസം 4 ആയി, പെട്ടെന്ന് ആയത്. അതാ പറഞ്ഞത്. അള്ളാഹുർക്ക് ചെയ്യട്ടെ, അള്ളാഹുർക്ക് ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്താ ഇഷ്ടക്കുറവ് പോലെ ആയിക്കോ, അള്ളാഹുർക്ക് ചെയ്യട്ടെ. സന്തോഷം ഉണ്ടായിക്കോട്ടെ. എന്താ പറഞ്ഞാലും സന്തോഷം ഉണ്ടാകുന്ന അത് നമ്മൾ പറയന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ചാൾ മുമ്പോട്ട് പോയി. ഉമ്മാന്റെ വയറ്റിൽ അനക്കമില്ല. അല്ലാഹു നമുക്ക് ഗർഭിണികളായ സഹോദരിമാർക്ക് സന്തോഷമുള്ള പ്രസവം കൊടുക്കുമാറാകട്ടെ. 2-3 ദിവസത്തിന് മുമ്പ് 5 മാസമായ വളർച്ചയെന്ന കുഞ്ഞ് അകത്ത് കിടന്ന് മരണപ്പെട്ട് ഓപ്പറേഷന് വേണ്ടി കാത്തുകിടന്ന് 2-3 മാസം വളരെ പ്രയാസപ്പെട്ട് കണ്ണുനീരോടെ കുടുംബം കിടന്നിട്ട് ഇന്നലെയോ മെലിഞ്ഞാനോ അത് പ്രസവിച്ചു പോയ ആ വേദനയും വെപ്രാളവും വശവും ആ പള്ളിക്കാട്ടിൽ 5 മാസം പ്രായമുള്ള ചോരക്കുഞ്ഞിനെ മാംസബന്ധത്തെ കൊണ്ടടക്കിയ ആ കുടുംബത്തിന്റെ അവസ്ഥ എത്രയായിരിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെയും ഒരു സഹോദരൻ
ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ബ്ലഡ് കുറവാണ്, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം, കരുനാപ്പള്ളി ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെയും പറഞ്ഞു. എന്തെല്ലാം ഗർഭസ്ഥ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അടിമുടി അത് അടിക്കടി വരുന്നത്. അല്ലാഹു തആല ഗർഭിണികളായ സഹോദരിമാർക്ക് സന്തോഷമുള്ള പ്രസവം കൊടുക്കുമാറാകട്ടെ, സന്തോഷമുള്ള പ്രസവം കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ചു നാൾ കഴിഞ്ഞപ്പോ വയറ്റിൽ അനങ്ങുന്നില്ല. അപ്പോഴോ ഒരു ദിവസം അവര് അതിന്റെ സമയമൊന്നും നമുക്കറിയില്ല, അത് അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ. എത്ര സമയം കഴിഞ്ഞപ്പോ അനങ്ങുന്നില്ല. ഒരു മഖൂഫായ ഹാലത്തിൽ പറഞ്ഞാൽ പേടിക്കപ്പെടേണ്ട ഒരു അവസ്ഥയെത്തി. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് ഭർത്താവിനോട് പറയുന്നു, എന്റെ വയറ്റിൽ അനക്കമില്ല, എനിക്ക് എന്തോ ബേജാറാവുന്നു. നമ്മൾ കുറച്ച് ഹാർഡാണല്ലോ, കുറച്ച് കട്ടിയുള്ള ആളുകളാണ്, അതുകൊണ്ട് അവിടെ കിടക്കുകയാണ്. ആള് നല്ല വമ്പന വമ്പത്തി ആയിരിക്കും, അവിടെ അടങ്ങി ഇച്ചിരി കിടന്ന് ഉറങ്ങാൻ, നീ സമാധാനം കൊണ്ട് അതൊക്കെ ചാടി കളിച്ചോളും, വിഷമമൊന്നുമില്ല എന്നൊക്കെ പറയും. നമ്മൾ സമാധാനിപ്പിക്കും. എന്നാലും നമുക്ക് ബേജാറാണ്. സുബ്ഹാനല്ലാഹ് അടുത്ത ദിവസം ഇത് കരയാണ്. എന്താ ഞാൻ ജോലിക്ക് പോകണ്ടേ, എന്താ കൈപ്പ് വിടുന്നില്ല, എന്റെ വയറ്റിൽ അനക്കല്ല, എനിക്കെന്തോ വിഷമമാകുന്നു, ബേജാറാവുന്നു, സമാധാനമില്ല. എന്നാ ഒരുങ്ങുന്ന ഹോസ്പിറ്റലിൽ നമ്മുടെ ഉമ്മ ആരെക്കുറിച്ച് ഓർത്ത് കരയുന്നു? പറയും മക്കളെ, ആരെക്കുറിച്ച്? എന്നെയും നിങ്ങളെയും കുറിച്ച് ഓർത്ത്, എന്നെയും നിങ്ങളെയും കുറിച്ച് ഓർത്ത് ഉമ്മ കരയുന്നു. കണ്ടിട്ടില്ല, ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിലുള്ള അനക്കം നിന്ന് പോയപ്പോ പൊട്ടി പൊട്ടി കരയുന്ന പ്രിയപ്പെട്ട ഉമ്മ വാപ്പാന്റെ കൈ പിടിച്ച് ഗൈനക്കോളജിസ്റ്റ് അടുക്കലേക്ക് പോവാ. ചെക്കപ്പ് നടത്തി സ്കാൻ ചെയ്തു. രണ്ടുപേരും ശ്വാസം അടക്കി പിടിച്ചിട്ട് ഡോക്ടറുടെ മേശയുടെ പുറത്ത് രണ്ട് ചേർലിങ്ങനെ ഇരിക്കുകയാണ്. വളരെ ഭവ്യതയോട് ആദരവാണ്. ഡോക്ടറിന്റെ മുമ്പിൽ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ ആ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ പറയുന്നു, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, നല്ല റാഹത്തായിട്ട് കുഞ്ഞു വയറ്റിലുണ്ട്, ആളിന്നത്ത് സമാധാനിച്ച് കിടക്കുന്നേ ഉള്ളൂ, നല്ല റാഹത്തായിട്ട് കുഞ്ഞു വയറ്റിലുണ്ട് എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്തിരിക്കുന്ന ഉമ്മാന്റെ കൈ പിടിച്ച് മുറുക്കിയിട്ട് ഉമ്മാന്റെ ഒരു കരച്ചിലുണ്ട്. എന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ട് കരയാണ്. ആ കരച്ചിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എനിക്കും നിങ്ങൾക്കും ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ല, റാഹത്താണ് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ടൊരു കരച്ചിലുണ്ട്. സാരിത്തുമ്പ് കൊണ്ട് കൈലേസ് കൊണ്ട് തുടച്ചിട്ട് ആ പടിയിറങ്ങി ഉമ്മ പലവട്ടം പലപ്പോഴും പോയിട്ടുണ്ട്. ഇതൊന്നും പ്രിയപ്പെട്ട മാതാപിതാക്കളെ അടിക്കുന്ന, തൊഴിക്കുന്ന, തെറിവിളിക്കുന്ന പുതിയ തലമുറയുടെ പരിഷ്കാരത്തിന്റെ മേച്ചിൽ പുറങ്ങളേറിയ മക്കൾക്ക് പറഞ്ഞാൽ പിടിക്കൂല, അറിയില്ല, ചിന്തിക്കാൻ സമയമില്ല. എന്തുമ്മ, എന്ത് പപ്പ, എന്ത് അമ്മ, എന്ത് അച്ഛൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ മറക്കാനൊക്കും ഇവരെ? അങ്ങനെ മറന്നാൽ ഏത് ദൈവമാണ് നിങ്ങളോട് കരുണ ചെയ്യുക? അതുകൊണ്ട് ചിന്തിച്ചു കൊള്ളുക, അല്ലാഹു വെറുതെ വരില്ല. സന്തോഷായി അല്ലേ? സന്തോഷം കൊണ്ടാ കരഞ്ഞത്. അങ്ങനെ അറിയില്ലേ? സന്തോഷം കൊണ്ട് കരയില്ലേ? കരയും. ഞാൻ മുമ്പൊരു നിക്കാഹിലിരുന്നപ്പോ ശ്രദ്ധിച്ചോളൂ, സന്തോഷം കൊണ്ട് കരഞ്ഞൊരു സംഭവം പറയാം. നിക്കാഹിരുന്നു, ഞാനാണ് നിക്കാഹ് കൊടുക്കുന്നത്. അങ്ങനെ വലിയ വാപ്പയാണ്, പെണ്ണിന്റെ വാപ്പയാണ്. പുതിയ പുറത്തുണ്ട്, രണ്ടുപേരുടെയും കൈ പിടിച്ച് വെച്ചിട്ട് ആരോട് സലാത്ത് സലാമൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണിന്റെ വാപ്പയോട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങോട്ട് ചെറുക്കനോട് പറയാൻ. എന്ത്? ഉസബിജുക്ക. അപ്പൊ വാപ്പ ഞാൻ പറയാ, സദസ് സ്തംഭിച്ചു പോയി. ആളുകൾ ഇത്രയും മനുഷ്യന്മാരില്ല, നിക്കാഹിന്റെ സദസ്. ഞാൻ വിചാരിച്ചു എന്താ കുറച്ചങ്ങനെ കാര്യം പറഞ്ഞു പിന്നെ കരച്ചില്ല, കിട്ടുന്നില്ല, പിടിച്ചിട്ട് കിട്ടുന്നില്ല. കുറച്ചും പ്രയോഗമൊക്കെ പോയി. ഭയങ്കര എന്റെ അനുഭവം പറയാം. സദസ്സിലെ ഭയങ്കര കരച്ചില്ല. ഞാൻ വിചാരിച്ചു പുതിയാപ്പിള ഇനി വല്ല ജിമ്മിലൊക്കെ പോയി വല്ല പാവപ്പെട്ടവനെ കയ്യങ്ങളും പിടിച്ച് ഞരിച്ചോ നോക്കിയപ്പോ ഒന്നും കുഴപ്പമില്ല, എല്ലാം റിലാക്സ് ആയിട്ടിരിക്കുകയാണ്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു പരുവത്തിൽ നിക്കാഹെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ആരോടോ ചോദിച്ചു, എന്താണ് ആ സഹോദരൻ കരഞ്ഞത്? ഒരു പാവാണ്, വളരെ പ്രയാസമാണ്, പറമ്പിലൊക്കെ കൃഷിക്കും ഇവിടുത്തെ പണിക്കൊക്കെ പോയിട്ട് എത്രയോ നാളായി ഉണ്ടാക്കി വെച്ച ചില്ലറ പലരോടൊന്നും കടമിടാൻ വാങ്ങിയിട്ടാണ്. ആ മോളുടെ നിക്കാഹിന്റെ സമയം അല്ലാഹു ഇരിക്കുന്ന അനുഗ്രഹം, ആ സന്തോഷത്തെ കുറിച്ച് ഓർത്തിട്ട് ഉപ്പ കരയാണ്. ഉപ്പാനോടുള്ള കടമ അല്ലേ? 18 വയസ്സ് വരെ താലോലിച്ചപ്പോ അല്ലേ, 18ആയപ്പോ ഏതോ ഒരു മരം കയറിയോടൊപ്പം ഇറങ്ങിപ്പോകുന്ന അള്ളാഹു വെറുതെ വിടുവോ? എന്റെ കണക്കുകളുണ്ട്, വളരെ കൃത്യമായ ക്രൈം ബ്യൂറോ റിപ്പോർട്ട് ചെയ്ത കണക്കുകളുണ്ട്. പറഞ്ഞാൽ അത് ഒരു ദിവസം പറയേണ്ടതാണ്. സൈബർ ലോകത്തിലെ യുവത അത് പ്രത്യേകം പറയേണ്ടതാണ്.
ഒരാള് പോലും സന്തോഷത്തോടെ ജീവിച്ച ഹിസ്റ്ററി ഇല്ല. ഉമ്മാനെ ഉപ്പാനെ അമ്മ അച്ഛനെ കണ്ണുനീരിലാക്കി ഇറങ്ങിപ്പോയവർ. പക്ഷെ അകത്തളത്തിലുള്ള പ്രതിസന്ധികൾ പുറത്തറിയുന്നില്ല എന്നേ ഉള്ളൂ. അറിയുന്നതോ എവിടെയെങ്കിലും അവസാനം റെയിൽവേ ട്രാക്കിലുണ്ടാവും, എവിടെയെങ്കിലും അവസാനം ഏതെങ്കിലും വിശക്കുപ്പിയുടെ മുമ്പിലുണ്ടാകും, അല്ലെങ്കിൽ കയറിൽ തൂങ്ങിയാടുന്നുണ്ടാവും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.